ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ലേ? കഴിയും. രാജീവേട്ടിന് വേണ്ടി ഞാനത് ചെയ്തിരിക്കും. ശരി, ഞാനത് കഴിഞ്ഞിട്ട് വിളിക്കാം. ശരി. സാറില്ലായിരുന്നെങ്കിൽ എനിക്കിന്ന് ജാമ്യം കിട്ടില്ലായിരുന്നു. ജയിലിൽ വെച്ച് അവരെന്നെ തീർത്തേനെ. എന്റെ ജീവൻ രക്ഷിച്ചത് സാറാ. എന്നോട് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല. സച്ചിക്ക് വേണ്ടി വാദിച്ചതേ അഡ്വക്കേറ്റ് ആരതി വർമ്മ. സച്ചി ഈ കേസിൽ പ്രതിയല്ല എന്നുള്ള അവരുടെ വാദം കോടതിക്ക് വിശ്വാസയോഗ്യമായി തോന്നി. പിന്നെ പോലീസ് സമർപ്പിച്ച തെളിവുകൾ അതൊക്കെ കെട്ടിച്ചമച്ചതാണെന്ന് ഏത് കോടതിക്കും മനസ്സിലാവും. അതുകൊണ്ടൊക്കെയാ തനിക്ക് ജാമ്യം കിട്ടിയത്. ഒരു നല്ല വക്കീലിനെ വെക്കാൻ പോലും കഴിവില്ലാതിരുന്ന എനിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ആരതി വർമ്മയെ ഏർപ്പാടാക്കിയത് സാറാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. യഥാർത്ഥത്തില് സാർ തന്നെ എന്നെ രക്ഷിച്ചത്. എന്റെ സച്ചി, കോടതി അങ്ങനെ ഒരു നിരപരാധിയും ശിക്ഷിക്കാൻ കൂട്ടുനിൽക്കില്ല. ആരുടെയും ഒരു ഗൂഢാലോചനയും കോടതിക്ക് മുമ്പിൽ വില പോവുകയില്ല. ആ സമയത്ത് പോലീസ് എന്നെ പിടിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ അർച്ചന എനിക്ക് തിരിച്ചു കിട്ടുമായിരുന്നു. അല്ല, സച്ചി ഇപ്പൊ എങ്ങോട്ടാ പോകുന്നേ? സിറ്റി ഹോസ്പിറ്റലിലേക്ക്. സാറേ, എന്റെ അർച്ചന അവിടെ ഉണ്ട്. ഞാനിവളെ കണ്ടു. ആഹാ. എന്റെ അർച്ചന അവിടെ തന്നെ ഉണ്ട് സാർ. എത്ര നാളത്തെ എന്റെ കാത്തിരിപ്പിന്റെ ഫലമാണ് ദൈവം അവളെ എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് തന്നെന്നറിയോ. എന്നിട്ടും അവൾ എന്റെ കൈവിട്ടുപോയി. ആ പോലീസുകാരോട് ഞാൻ കാല് പിടിച്ച് പറഞ്ഞു സാറേ, ഞാൻ എന്റെ അർച്ചനെ ഒന്ന് കണ്ടോട്ടെ എന്ന്. പക്ഷെ സമ്മതിച്ചില്ല. എനിക്കവളെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. താൻ കണ്ടത് തന്റെ ഭാര്യ തന്നെയാണെന്ന് ഉറപ്പല്ലേ? എനിക്ക് ഒരു സംശയമില്ല സാറേ, അതെന്റെ അർച്ചന തന്നെയാ. ഒരാളോട് സാമ്യമുള്ള ഒരുപാട് പേര് ഈ ലോകത്തുണ്ട്. ഒരുപാട് പേർക്ക് ഇതുപോലെ അബദ്ധം പറ്റിയിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ സച്ചേട്ടാന്ന് വിളിച്ച് അവൾ എന്റെ പിന്നാലെ വരില്ലായിരുന്നല്ലോ. ഞാൻ നോക്കുമ്പോ സത്യം പറഞ്ഞ എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ പറ്റിയില്ല. അവള് എന്റെ അർച്ചന എന്റെ അടുത്തേക്ക് നിലവിളിച്ച് ഓടി വരുന്നു. പെട്ടെന്ന് ആരൊക്കെ ചേർന്ന് അവളെ പിടിച്ചോണ്ട് പോയി. എന്റെ അർച്ചനയെ ആ ഹോസ്പിറ്റലില് ആരൊക്കെ ചേർന്ന് ബലമായിട്ട് പിടിച്ചു വെച്ചിരിക്കുക. എനിക്കിത് കണ്ടുപിടിക്കണം. ഏത് ഹോസ്പിറ്റലാന്നാ പറഞ്ഞ്? സിറ്റി ഹോസ്പിറ്റൽ. സച്ചി ധൈര്യമായിട്ടിരിക്കെ, ഞാനും അങ്ങോട്ട് തന്നെ. തന്റെ ഭാര്യ ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. എന്താ അമ്മേ, കിട്ടുന്നില്ലേ? ഇല്ല മോളെ, ബെല്ലടിക്കുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. കോടതിയിൽ വാദം കഴിഞ്ഞിട്ടുണ്ടാവില്ല. എന്നാ പിന്നെ ഒരു ടാക്സി വിളിച്ച് നമുക്കങ്ങ് പോയാലോ? മോള് വരെ സമയമായി. അവള് സ്കൂളിൽ നിന്ന് വരുമ്പോ ഞാനിവിടെ ഉണ്ടാവണം. നേരത്തെ വിളിച്ചപ്പോ എന്നോട് ഇപ്പൊ ഇറങ്ങുന്ന അവൻ പറഞ്ഞത്. എന്തായാലും അവൻ തിരിച്ചു വിളിക്കും. അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. ആരാ ഇത്? ഗോകുലാണോ? അല്ല, ഇത് വേറൊരാളാ. ഹലോ രാജീവേട്ട, എത്ര നാളായി ഒന്ന് വിളിച്ചിട്ട്? എന്നെ കുറിച്ച് രാജീവേട്ടന് ഇപ്പൊ ഒരു ചിന്തയില്ല. എന്റെ തിരക്ക് നിനക്ക് അറിഞ്ഞൂടെ മോളെ? മറ്റു സർക്കാർ ഉദ്യോഗസ്ഥരെ പോലല്ല പോലീസിന്റെ ജോലി. എല്ലാവർക്കും 8 മണിക്കൂറാണ് ഡ്യൂട്ടിയെങ്കിൽ പോലീസുകാർക്ക് 24 മണിക്കൂറാണ് ഡ്യൂട്ടി.
എന്നിട്ട് നാട്ടുകാരുടെയും മേലുദ്യോഗസ്ഥരുടെയും ചാനലുകാരുടെയും തെറിവിളി മടുത്തു. അതിനിടയില് നീയും കൂടെ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ? ഞാൻ കുറ്റപ്പെടുത്തിയതല്ല, എന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. എനിക്ക് പിന്നെ വിഷമമൊന്നുമില്ലെന്നാണോ നീ പറയുന്നത്? സത്യം? രാജീവേട്ടൻ സത്യം പറഞ്ഞാണോ? പിന്നെ ഞാൻ നിന്നോട് കള്ളം പറയൂ? കുറച്ചു നേരം മിണ്ടിയും പറഞ്ഞൊക്കെ നിന്നോടൊപ്പം ഇരിക്കാനും ഇടയ്ക്ക് നിന്നെയും കൂട്ടി ഒന്ന് പുറത്തു പോകാനും ഒരു സിനിമയൊക്കെ കാണാനും റെസ്റ്റോറൻറ്റിലൊക്കെ പോകാനും എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷെ എന്ത് ചെയ്യേ, ജോലി പോലീസിലായിപ്പോയല്ലോ. ഈ കടമെല്ലാം കൂടെ ചേർത്ത് നിനക്ക് ഞാൻ തരുന്നുണ്ട്. ഒന്ന് പോ രാജീവേട്ടാ. ഈ കഷ്ടപ്പാടെല്ലാം നമുക്ക് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാ ഒരു ആശ്വാസം. പിന്നെ എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഞാൻ അതിനാ നിന്നെ ഇപ്പൊ വിളിച്ചത്. എന്താ രാജീവേട്ടാ? നിന്റെ ആംഗ്ല ഉണ്ടല്ലോ, എന്റെ ഭാവി അളിയൻ, അവനെന്ന് എനിക്ക് ഒരു മുട്ടം പണി തന്നു. ഗോകുലോ? എന്താ കാര്യം? പ്രതിഭാഗവുമായി ഒത്തുകളിച്ച് ഒരു കൊലക്കേസിലെ പ്രതിയെ ഈസി ആയിട്ട് അവൻ രക്ഷിച്ചുകൊണ്ടുപോയി. ഇതിലിപ്പോ ഞാനെന്താ ചെയ്യേണ്ടത്? ഇതിൽ നീ സഹായിച്ചാൽ മാത്രമേ എനിക്ക് ഈ പ്രതിസന്ധി മറികടക്കാൻ പറ്റൂ. അല്ലെങ്കിൽ എന്റെ ജോലി പോവും. ആ പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് സിറ്റി ഹോസ്പിറ്റലിൽ നിന്നാ. ആ സമയത്ത് അല്പം ബലംപിടുത്തം അവിടെ നടന്നിട്ടുണ്ട്. പിന്നെ ലോക്കപ്പിലും 1-2 പൊട്ടിക്കേണ്ടി വന്നു. നിന്റെ ചേട്ടൻ അതെല്ലാം കൂടെ ചേർത്ത് എനിക്കെതിരെ പോലീസ് ബ്രൂട്ടാലിറ്റി എന്ന് പറഞ്ഞ് വാദിച്ചാൽ പിന്നെ നാളെ നിന്നെ പോറ്റാൻ എനിക്ക് വേറെ ജോലിയൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നിനക്ക് മാത്രമേ ഇപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ. രാജീവേട്ടൻ പറയുന്ന എന്തും ഞാൻ ചെയ്യാം. ഹോസ്പിറ്റലിൽ വെച്ച് അവനെ അറസ്റ്റ് ചെയ്തതിനുള്ള എല്ലാ തെളിവുകളും ഉണ്ട്. അത് മാച്ച് കളയണം. നിന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ലേ? കഴിയും. രാജീവേട്ടിന് വേണ്ടി ഞാനത് ചെയ്തിരിക്കും. ശരി, ഞാനത് കഴിഞ്ഞിട്ട് വിളിക്കാം. ശരി.